ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഫസബ്ബിഹ്, നിങ്ങൾ അവനെ ഗ്ലോറിഫൈ ചെയ്യുക. തസ്ബീഹ് എന്ന പദം നിസ്കാരം എന്ന അർത്ഥത്തിലും ഖുർആനിൽ വന്നിട്ടുണ്ട്. തസ്ബീഹ് മാത്രം മതിയോ? പോരാ. ബിഹംദി റബ്ബിക്, റബ്ബിനെ സ്തുതിക്കുകയും വേണം. റബ്ബ് എന്നാൽ സൃഷ്ടിച്ച് ഘട്ടം ഘട്ടമായി പരിപാലിച്ച് പൂർണ്ണതയിലെത്തിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആ റബ്ബിനെ സ്തുതിക്കുകയും വേണം. സൃഷ്ടിച്ച് പരിപാലിക്കുക എന്നതിൽ പരം മറ്റെന്ത് കാരണം വേണം അവനെ സ്തുതിക്കാൻ? ഹംദ് കൊണ്ടും മതിയാവില്ല, ഇസ്തിഗ്ഫാറും നടത്തണം. അള്ളാഹുവിനോട് പാപമോചനം തേടണം. അതും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിയതിനും അവനെ പ്രകീർത്തിക്കുകയും ചെയ്തതിനു ശേഷം. അതിനുശേഷമാണ് നമ്മുടെ ആവശ്യം തേടേണ്ടത്. പാപമോചനം നടത്തലോടെ ആന്തരിക ശുദ്ധീകരണവും പൂർത്തിയായി. ഈ സൂറത്ത് അവതീർണമായ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന ദിക്ർ അധികരിപ്പിച്ചിരുന്നതായി ഹദീസുകളിൽ കാണാം. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിലേക്കുള്ള സൂചനയാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഓരോ പ്രവാചകരും ഓരോ ലക്ഷ്യവുമായിട്ടാണ് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടാൽ അവർ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നു. ഇവിടെ മക്ക വിജയം നടന്നിരിക്കുന്നു. അന്നേ ദിവസം അള്ളാഹു ഇസ്ലാമിനെ പൂർത്തിയാക്കി നൽകുകയും ചെയ്തിരിക്കുന്നു.